പുറം ലോകം വിചാരിക്കുന്നത് അവൻ പരിക്കേറ്റ് തളർന്നു കിടക്കുകയാണെന്നാണ്. ഡോക്ടർ വിധിയെഴുതി 2 ആഴ്ചത്തേക്ക് അനങ്ങാൻ പോലും പാടില്ലെന്ന്. പക്ഷെ ആ 4 ചുവരുകൾക്കുള്ളിൽ ആരും കാണാതെ അവൻ ഒരു മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുകയാണ്. സ്വന്തം ടീം മേറ്റ്സ് പോലും അവനെ ചതിക്കാൻ നിൽക്കുമ്പോൾ ഈ 2 ആഴ്ചത്തെ സമയം കൊണ്ട് അവൻ എങ്ങനെയാണ് ഒരു മോൺസ്റ്ററായി മാറാൻ പോകുന്നത്? നാനോ മെഷീന്റെ സഹായത്തോടെ അവൻ ചെയ്യാൻ പോകുന്ന ആ സീക്രട്ട് ട്രെയിനിങ് എന്താണെന്ന് അറിയാമോ? കണ്ടാൽ നിങ്ങൾ ഞെട്ടും. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടാൽ വീഡിയോ ഇടാൻ എനിക്കൊരു മൂഡ് വരില്ല. അത് നമ്മുടെ ചാനലിന് നല്ലതല്ല. അപ്പോ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു, നമ്മുടെ നായകൻ യോവോൺ മരണത്തിന്റെ വക്കോളം എത്തിയിരുന്നു. അവന്റെ ശരീരം തകർന്ന തരിപ്പണമായിരിക്കുകയാണ്. ഇപ്പോൾ അവൻ അക്കാദമിയിലെ ഇൻഫർമറിയിൽ ആണ്. പുറത്ത് മറ്റു കുട്ടികൾ അടുത്ത ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അനങ്ങാൻ പോലും പറ്റാതെ ബെഡിൽ കിടക്കുന്ന നായകനെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവന്റെ കാര്യം പോക്കാണെന്ന്. പക്ഷേ യോവോൺ പഴയ ആളല്ല. അവന്റെ ഉള്ളിൽ ഒരു ചീറ്റ് കോഡ് ഉണ്ട്, നാനോ മെഷീൻ. ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് യോവോണിന്റെ ഒരു മാസ്റ്റർ മൈൻഡാണ്. തന്റെ പരിക്ക് പോലും അവൻ എങ്ങനെയാണ് തനിക്ക് അനുകൂലമായി ഉപയോഗിക്കുന്നതെന്ന് കണ്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒപ്പം അവനെ തകർക്കാൻ സ്വന്തം ഗ്രൂപ്പിൽ തന്നെ ഒരു പുതിയ ശത്രു കാത്തിരിപ്പുണ്ട്. ആരാണ് അവൻ? എന്താണ് യോവോണിന്റെ സീക്രട്ട് പ്ലാൻ? സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സീൻ തുടങ്ങുമ്പോൾ ഫിസിഷ്യൻ ബേക്ക് യോവോണിനെ പരിശോധിക്കുകയാണ്. ഇദ്ദേഹം അക്കാദമിയിലെ സാധാരണ ഡോക്ടർ മാത്രമല്ല, വലിയൊരു വൈദ്യൻ കൂടിയാണ്. അദ്ദേഹം യോവോണിന്റെ പൾസ് പരിശോധിച്ചിട്ട് ഒരു നെടുവീർപ്പിട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പരിക്ക് നിസ്സാരമല്ല. ഇന്റേണൽ ഓർഗൻസ് നല്ല ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറഞ്ഞത് 2 ആഴ്ച പൂർണ്ണമായി വിശ്രമിച്ചേ പറ്റൂ. ഇത് കേട്ടതും യോവോണിന്റെ നെഞ്ചൊന്ന് കാളി. കാരണം ഡെമോണിക് അക്കാദമിയിൽ വിശ്രമം എന്ന് പറഞ്ഞാൽ തോൽവി എന്നാണ് അർത്ഥം. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കും. 2 ആഴ്ച ക്ലാസ് മിസ്സായാൽ പിന്നെ ഒരിക്കലും ബാക്കിയുള്ളവർക്ക് ഒപ്പം എത്താൻ പറ്റില്ല. യോവോൺ മനസ്സിൽ ചിന്തിച്ചു, എന്റെ കയ്യിൽ നാനോ ഉണ്ട്. നാനോ വിചാരിച്ചാൽ ഈ മുറിവുകൾ 2 മണിക്കൂർ കൊണ്ട് മാറ്റാം. പക്ഷേ ഇവിടെയാണ് യോവോൺ നേരിടുന്ന വലിയ വെല്ലുവിളി. പെട്ടെന്ന് സുഖം പ്രാപിച്ചാൽ ഡോക്ടർക്ക് സംശയം തോന്നും. ഇന്നലെ മരിക്കാറായവൻ ഇന്ന് എങ്ങനെ ഒയിട്ടി നടക്കുന്നു എന്ന് അദ്ദേഹം ചിന്തിക്കും. അത് നാനോയുടെ രഹസ്യം പുറത്താകാൻ കാരണമാകും. അതുകൊണ്ട് അവന് ഒരേ സമയം രോഗിയായി അഭിനയിക്കുകയും വേണം, എന്നാൽ ഉള്ളിൽ അസുഖം മാറുകയും വേണം. ആകെ ധർമ്മസങ്കടം. യോവോൺ തന്റെ വിശ്വസ്തനായ കൂട്ടുകാരനെ വിളിച്ചു, നാനോയെ, നാനോ, എനിക്ക് വേഗത്തിൽ സുഖപ്പെടണം. പക്ഷേ പുറമെ നോക്കുമ്പോൾ ഞാൻ വയ്യാത്തവനായിരിക്കണം. നിനക്ക് എന്റെ പൾസ് നിയന്ത്രിക്കാൻ പറ്റുമോ? നാനോയുടെ മറുപടി രസകരമായിരുന്നു. പിന്നെ പറ്റില്ലേ. നാനോയ്ക്ക് യോവോണിന്റെ ശരീരത്തിലെ രക്തയോട്ടം നിയന്ത്രിക്കാൻ സാധിക്കും. അതായത് ഡോക്ടർ പരിശോധിക്കുമ്പോൾ കൈകളിൽ രക്തയോട്ടം കുറച്ച് പൾസ് വീക്ക് ആകാൻ നാനോയ്ക്ക് പറ്റും. ഡോക്ടർ വിചാരിക്കും ഇവൻ ഇപ്പോഴും സീരിയസ് കണ്ടീഷനിലാണെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ നാനോ ഉള്ളിൽ നിന്ന് ഓരോ സെല്ലും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോവോൺ ഡോക്ടറോട് വളരെ പാവത്താനായി പറഞ്ഞു, ശരി സാർ, ഞാൻ ഇവിടെ കിടന്നോളാം. ഡോക്ടർ പോയ ഉടനെ യോവോൺ തന്റെ തലയണയുടെ അടിയിൽ സൂക്ഷിച്ചിരുന്ന ആ നിധി പുറത്തെടുത്തു. കുടിയൻ ഗാർഡിയൻ കൊടുത്ത ആ സീക്രട്ട് മാനുവൽ. സാധാരണഗതിയിൽ ഡോർമെറ്ററിയിൽ വെച്ച് ഇത് പഠിക്കാൻ പറ്റില്ല. കാരണം അവിടെ ആരെങ്കിലും ഒളിഞ്ഞു നോക്കും. പക്ഷേ ഇപ്പോൾ ഈ ഇൻഫർമറിയിൽ അവൻ തനിച്ചാണ്. അവനെ ശല്യപ്പെടുത്താൻ ആരുമില്ല. യോവോൺ ചിന്തിച്ചു, ഇതാണ് പറ്റിയ സമയം. ഈ 2 ആഴ്ച കൊണ്ട് എനിക്ക് ഇന്റേണൽ എനർജി നിയന്ത്രിക്കാൻ പഠിക്കണം. ശരിക്കും ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് സർ. അതേസമയം പുറത്ത് ഡ്രിൽ ഹാളിൽ അന്തരീക്ഷം ആകെ മാറിയിരിക്കുന്നു. പുതിയ ഇൻസ്ട്രക്ടർമാർ വന്നിട്ടുണ്ട്. ഇവരെ കണ്ടാൽ തന്നെ പേടിയാകും. സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ് പഠിപ്പിക്കുന്നവരാണെങ്കിലും കുട്ടികളെ തല്ലിപ്പഴുപ്പിക്കാൻ വന്നവരാണെന്ന് തോന്നും. ഇവിടെ വെച്ചാണ് കുട്ടികളെ പല ഗ്രൂപ്പുകളായി തിരിക്കുന്നത്. നമ്മുടെ യോവോൺ ഗ്രൂപ്പ് 8-ലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഗ്രൂപ്പ് 8-ലെ മറ്റു കുട്ടികളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം, അവർക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. നമ്മൾ തോൽക്കാൻ പോവുകയാണ്, നമ്മുടെ ഗ്രൂപ്പിൽ ശക്തരായി ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കരയുകയാണ്. പക്ഷേ അവർക്കറിയില്ല അവരുടെ ഇടയിൽ ഒരു സൈലന്റ് കില്ലർ ഒളിച്ചിരിപ്പുണ്ടെന്ന്. സ്റ്റുഡന്റ് നമ്പർ 3 അവൻ സ്റ്റെൽത്ത് ക്ലാൻ മെമ്പറാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിശബ്ദമായി വന്ന് കൊലപ്പെടുത്തുന്നതിൽ വിദഗ്ധരാണിവർ. അവന്റെ നോട്ടം മുഴുവൻ ആ ഗ്രൂപ്പ് ലീഡർ എന്ന സ്ഥാനത്താണ്. ആ സ്ഥാനം കിട്ടാൻ അവൻ എന്തും ചെയ്യും. ഇവിടെയാണ് കാര്യങ്ങൾ സീരിയസ് ആകുന്നത്. സ്റ്റുഡന്റ് 3 മെല്ലെ എഴുന്നേറ്റ് പ്രൊഫസറുടെ അടുത്തേക്ക് ചെന്നു. വളരെ വിനയത്തോടെ അവൻ ചോദിച്ചു, സാർ, നമ്മുടെ ഗ്രൂപ്പിലെ നമ്പർ 7 യോവോൺ ക്ലാസ്സിൽ വന്നിട്ടില്ല.
അവന് കാര്യങ്ങൾ ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇൻഫർമറിയിൽ പോയി അവന് ഇന്നത്തെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. കേൾക്കുന്നവർക്ക് തോന്നും, ഹോ, ഇവൻ എത്ര നല്ലവനാണ്, സ്വന്തം ടീം മേറ്റിനെ സഹായിക്കാൻ നോക്കുന്നു എന്ന്. പക്ഷേ സത്യം അതല്ല. അവന്റെ മനസ്സിനുള്ളിലെ ചിന്തകൾ നമ്മൾ കാണുന്നുണ്ട്. യോവോൺ, നീ എന്റെ ഗ്രൂപ്പിലാണല്ലേടാ. നീ അവിടെ തളർന്നു കിടക്കുകയാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ വന്നാൽ നിന്നെ വിരട്ടി ഓടിക്കാൻ എളുപ്പമാണ്. അതെ സർ. യോവോണിനെ സഹായിക്കാനല്ല, അവനെ മാനസികമായി തകർക്കാനാണ് ഇവൻ പ്ലാൻ ചെയ്യുന്നത്. ഒരു എതിരാളിയെ ഇല്ലാതാക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണിത്. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. പ്രൊഫസർ അവനെ തടഞ്ഞു. വേണ്ട, ഇൻഫർമറിയിലേക്ക് ആർക്കും പ്രവേശനമില്ല. അക്കാദമിയുടെ നിയമം കർശനമാണ്. പ്രത്യേക പാസ് ഇല്ലാതെ ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇത് കേട്ടതും സ്റ്റുഡന്റ് 3യുടെ മുഖം വാടി. അവന്റെ പ്ലാൻ പൊളിഞ്ഞു. അവൻ ദേഷ്യം കടിച്ചുപിടിച്ച് തിരിച്ചു വരിയിലേക്ക് നിന്നു. അവൻ പിറുപിറുത്തു, ശരി, നീ എപ്പോൾ പുറത്തിറങ്ങുന്നോ അന്ന് ഞാൻ നിന്നെ കാത്തിരിക്കും. തൽക്കാലത്തേക്ക് യോവോൺ രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ഈ രക്ഷപ്പെടൽ യോവോണിന് കിട്ടിയ ഒരു സുവർണാവസരമാണ്. ഇപ്പോൾ അവന് മുന്നിൽ കൃത്യം 2 ആഴ്ചയുണ്ട്. പുറത്ത് ശത്രുക്കൾ അവനെ പുച്ഛിക്കുന്നു, അവൻ തോറ്റുപോയി എന്ന് വിധിയെഴുതുന്നു. പക്ഷെ ആ അടച്ചിട്ട മുറിയിൽ യോവോൺ തന്റെ ശരീരത്തിലെ ഓരോ ഞരമ്പുകളിലൂടെയും ശക്തി പ്രവഹിപ്പിക്കാൻ പഠിക്കുകയാണ്. നാനോ മെഷീന്റെ സഹായത്തോടെ വർഷങ്ങളെടുത്ത് പഠിക്കേണ്ട വിദ്യകൾ അവൻ ദിവസങ്ങൾ കൊണ്ട് പഠിച്ചെടുക്കും. ഈ 2 ആഴ്ച കഴിഞ്ഞ് ആ ഇൻഫർമറിയുടെ വാതിൽ തുറന്ന് പുറത്തു വരുന്നത് നമ്മൾ കണ്ട പഴയ വീകായ യോവോൺ ആയിരിക്കില്ല. ശത്രുക്കളുടെ കണ്ണ് തള്ളിക്കുന്ന, ആരെയും വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള ഒരുത്തനായിരിക്കും. ഗ്രൂപ്പ് 8ലെ ആ വില്ലൻ സ്റ്റുഡന്റ് 3 അറിയില്ല അവൻ കളിക്കാൻ നിൽക്കുന്നത് ആരോടാണെന്ന്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് യോവോണിന്റെ ആ ട്രാൻസ്ഫോർമേഷനാണ്. അവൻ ആ വിദ്യകൾ പഠിക്കുമോ? ഗ്രൂപ്പ് ലീഡർ സ്ഥാനം അവൻ പിടിച്ചെടുക്കുമോ? എല്ലാം നമുക്ക് കാത്തിരുന്നു കാണാം. നിങ്ങൾക്ക് ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.